ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ലോഗ് ചെയ്യാനൊക്കെ. എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലാണ് അവളുടെ വീട്. അപ്പോൾ മിക്ക ദിവസവും ഞാനിങ്ങനെ കാണാറുണ്ട് അവളൊരു ഫോണും എടുത്ത് പറമ്പിലെ കൂടിയൊക്കെ നടന്നിട്ട് ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, എന്നാൽ നീ ഈ ചെടികളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ ചെടികളെക്കുറിച്ച് എല്ലാ പേരും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അവൾ ആയിക്കോട്ടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു വ്ലോഗാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതിയാകും. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടോക്കാം. ഹലോ ഗായ്സ്, ഞാൻ മാസിയ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ദ്രേട്ടൻ്റെയും ബാലേട്ടൻ്റെയും ഗാർഡൻ ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എരളിയാ അരളി അല്ലേ? അപ്പോൾ ഈ റോസ് കാണുന്നത് അരളി, ഓക്കെ. പിന്നെ ആ യെല്ലോ കാണുന്നത് മുരളി. ഇത് മുരളി, അത് മുരളിയല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. അത് കോളാമ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് തന്നെ ശരിക്കും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ പിടിക്കണം. ഇത് കോളാമ്പിയല്ല, കോളാമ്പി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോളാമ്പി. മുരളി അല്ലേ? എന്തെന്ന് ഇതെന്തെന്ന്? അപ്പോൾ ഈ റോസ് ഞാൻ പറഞ്ഞ അരളി, ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ സൺഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. നിറച്ചുണ്ടായിരുന്നു, കുറച്ച് കുറഞ്ഞു പോയി. ഓക്കെ, സൺഫ്ലവർ. അപ്പോൾ ഇത് നമ്മൾ ബാലേട്ട് പണിയെടുക്കുന്ന വണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കും. അതുപോലെ തന്നെ രാവിലെ എണീച്ച് പോത്തിനൊക്കെ ഇട്ടും. അപ്പോൾ ഇതാണ് ബാലേട്ടൻ്റെ പണിയെടുക്കുന്ന വണ്ടി. അതേ ചെടി, ഇത് ബനാന ട്രീ. ഓക്കെ, കാണിക്ക്. ഇത് പഴം ചെടി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന് വൈറ്റ് കൊത്ത ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ്. ഇത് നല്ല രസമുണ്ട്. ഇപ്പോൾ ഇത് 2 സൈഡിൽ വെച്ചിട്ടുണ്ട്, ഇവിടെയും ഒന്ന് അവിടെയും. അപ്പോൾ നെക്സ്റ്റ് വൺ ഇതാണ്, ഒരു റെഡ് ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ തേർഡ് വൺ ഒരു നമ്മളെ എന്താ പറയുക, ഒരു കറ്റാർവാഴ അങ്ങനത്തെ ഒരു ചെടിയാണ്. അടുത്തത് നമുക്ക് ഇത് നോക്കാം. ഇതെന്തോന്ന് പറയുക, നമ്മളെ ഒരു മുൾമുള്ളായിട്ടുള്ള ഒരു ചെടി. അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു പൂവ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ പൂവ്. പിന്നെ ഉള്ളത് മറ്റേ നമ്മളെ ഇതിൽ ഫാഷൻ ഫ്രൂട്ട്. എന്നാൽ ഇങ്ങനെ 3 എടുത്തുനിന്ന് പടർന്ന് വന്നിട്ട് നമ്മളവിടെ വലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാൽ നമ്മൾ ഇതില്ലേ, നമ്മളെ ചെമ്പരത്തി അതാണ്. ഇതൊക്കെ നമ്മൾ വേണിച്ചിട്ട് നട്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു കുഞ്ഞില്ലതാണ്, ഇത് വളരുന്നുണ്ട്. ഇത്ര നമ്മളിപ്പോൾ നട്ടതാണ്. നെക്സ്റ്റ് വൺ നമ്മളെ തുമ്പ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചതാണ് കേട്ടോ. അതെല്ലാം സോറി. ഇത് ശവന്നാറി പൂവ്, അത് നമ്മൾ ഇവിടെ അറിയാണ്ട് നട്ടതാണ്. ഇത് കളർ ചെടി. ഇതാ ഈ കളർ ചെടി നല്ല രസമുണ്ട്. ഇത് നമ്മൾ കാനങ്കാട് അമ്മത്തെ പോയപ്പോൾ മനസ്സിലാണ്. ഇറ്റ്സ് വെരി നൈസ്, കളർഫുൾ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ പൂമ്പാറ്റച്ചെടി കണക്കത്തെ ഒരു ചെടിയാണ്. ഒരു വയലറ്റ് കളറ്, മുന്തിരിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണക്കത്തെ ഒരു. നെക്സ്റ്റ് വൺ ഇത് നമ്മളിപ്പം വേണിച്ചിട്ട് നട്ടതാണ് ചെടിച്ചട്ടിയിൽ.
ഇത് രണ്ടെണ്ണം. പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് ഷീറ്റ്സ് ഉണ്ട്. പിന്നെ അതാ നമുക്ക് അപ്പുറത്തെ ഭാഗം നമുക്ക് പോവാം. ഇത് ഒരു വലിയതായിരുന്നു, അത് പീസായിട്ട് മുറിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കാണിച്ചു, അതുപോലെ തന്നെ വേറൊരു ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ചെടിയുണ്ട്. ദിസ് വൺ. പിന്നെ നമ്മൾ ഗാർഡൻ ഇതൊക്കെ മേടിക്കുന്ന നമ്മൾ ഈ ഇതില്ലേ പുല്ല് ഗ്രാസസ്, അത് മരത്തിന് ചുറ്റും വെച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ കാണിച്ച കളർ ചെടി നമ്മൾ ഇവിടെ 4 എണ്ണം വെച്ചിട്ട് നടുക്ക് ഒരു കൊക്ക് വെച്ചതാണ്. നെക്സ്റ്റ് ഞാൻ അവിടെ ഇപ്പോൾ കാണിച്ചു, അതുപോലെ തന്നെ ഈ ചെടി നമ്മളൊന്ന് അവിടെ വെച്ചു. പിന്നെ അവിടെ നമ്മൾ ഫേഷ്യൽ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ മേത്തേ കൂടി നെക്സ്റ്റ് വൺ ദിസ് ഈസ്, ഇത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗ്രീന്. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടില്ലേ, വേറെ ഒരു കളറാണ്. നമുക്ക് കുറച്ചപ്പുറം കുറച്ച് ചെടിയുണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. ഇതൊരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ്. ഓക്കെ, ഇത് ഇവിടെയൊക്കെ ഒരു നല്ലൊരു കളർ, ഒരു ഡിസൈനിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറയുന്ന, ഇത് കളർഫുൾ ലീഫ് എന്ന് പറയും. കളർഫുൾ ലീഫ്. നെക്സ്റ്റ് വൺ, ഞാൻ നേരത്തെ യെല്ലോ ആൻഡ് ഗ്രീൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ കളറ് വേറെയുള്ള ഒരു ചെടി. അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു ഫ്ലവർ പിടിക്കുന്നുണ്ട്, അത്രേൻ്റെ ഇടയ്ക്ക് വാങ്ങിയതാണ് ഫ്ലവർ പിടിക്കുന്നത്. നെക്സ്റ്റ് വൺ ഞാൻ കാലിക്കാട് നിന്ന് മേടിച്ചാണ് ഒരു ചെടി. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിതാ മണി പ്ലാന്റ് ആണ്. അതാ മണി പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ പൈസ കൂടും എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് നെക്സ്റ്റ് വൺ ഒരു മുല്ല എനിക്ക് ഒരു ഇത് ഫ്ലവറാണ്. ഇപ്പോൾ ചെറിയ ചെറുതുണ്ട് അത്ര കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു, അടിയിലത്തെ വേറെ കളറ്, മുമ്പിലത്തെ ഒരു ഗ്രീൻ ലൈറ്റ് കളറ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഞാനിത് മറ്റേ ഇവിടുന്ന് കാനങ്കാട് നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതാ ഒരു നല്ല ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ഇതാണ് ലീഫ്. അപ്പോൾ ഇത് കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് റോസാണ്, പിന്നെ നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇത് പച്ചയാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മരുന്ന് ഞാൻ മാറ്റി നട്ടതാണ് കേട്ടോ, അവിടെ നിന്ന് വളരാത്തതുകൊണ്ട് മാറ്റി ഞാൻ നട്ടു. അപ്പോൾ ഇത് ഇത് രണ്ടും ഒന്നല്ല, ഇത് കുറച്ച് വളർന്നില്ല, ചെറുതുണ്ട് അത്രേ. പിന്നെ നമുക്ക് പലതരം ഇതുണ്ട് കേട്ടോ, പലതരം ചെമ്പരത്തി ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, പക്ഷേ ഇത് നമ്മൾ റോസാണ് കേട്ടോ, റോസ് കളറുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മളെ മുല്ലപ്പൂ, നമ്മളിതിന് ടയർ ഇട്ട് വെച്ചിട്ട് ഒന്ന് മൂടിയതാണ്. വേറൊരു വെള്ള കളറ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡായിട്ടുള്ളത്. ഇത് നമ്മൾ വാഴയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടുന്ന് കുറച്ച് ഇവിടം വരെ നമ്മൾ കളർഫുൾ ലീഫ് ചെടി അതും ഞാൻ നട്ടു. അവിടുന്ന് അപ്പുറം അങ്ങനെ തന്നെ നമ്മൾ നട്ടു കേട്ടോ. അവിടെ നമ്മൾ അതാ റെഡ് ഇതാ ചെമ്പരത്തി. പിന്നെ ഇത് ഞാൻ വേണിച്ചായിരുന്നു, നമ്മളിതാ റബ്ബർ അത് ഞാൻ പകുതി എടുത്ത് അപ്പുറം വെച്ചു. അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ പ്ലാവ് നമ്മൾ കുറച്ച് വളർന്നത്ര ഇല്ല, ചക്ക പിടിച്ചില്ല ഇതിൽ, നമ്മൾ കുറച്ച് വളർന്ന് വരുന്നുണ്ട് അത്രേ. അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മളെ പച്ചമുളക്, അത് എല്ലാം ഉണങ്ങിപ്പോയി, കുറച്ചായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചിക്കു ട്രീ ആണ്, കുറച്ച് വളർന്ന് ചിക്കു വരാനായി. അപ്പോൾ ഇത് പേരെന്തോണ്ടല്ല,
ഇത് നമ്മളെ ഇപ്പം നട്ട കപ്പക്കായാണ് കപ്പക്കായി. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ഇത് സീതാപ്പഴം. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ വാഴ, പിന്നെ അതുപോലെ തന്നെ കപ്പക്കായി ഒക്കെ നട്ടു. പിന്നെ അപ്പുറവും പിന്നെ ഞാൻ വേറൊന്ന് കാണിച്ചു തരാൻ മറന്നുപോയി. ഇതാ ചിക്കു പിടിച്ചിട്ടുണ്ട്, ഇതിൽ പിടിച്ച് വരുന്നുണ്ട് ഇത്ര കേട്ടോ. അതാ ചിക്കു. ഓക്കേ ഗൈസ്, ഇതാണ് ചാമ്പക്ക. വലിയ ചാമ്പക്കയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് ബട്ടർ ഫ്രൂട്ടാണ്. ദിസ് വൺ ഇത് നമ്മൾ വയനാടിൽ നിന്ന് വേങ്ങിച്ചാണ് കേട്ടോ. ഇതാണ് നമ്മളെ കപ്പക്കായി. പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ തെങ്ങാണ്. നമ്മളിതൊന്ന് മുളച്ച് വരുന്നുണ്ട്. ഇത് ചെറുതുണ്ട് എത്ര, ഇത് മുളച്ച് വരട്ടെ. അപ്പോൾ ഇത് കവുങ്ങയാണ്. അപ്പോൾ ഇതാണ് തക്കാളി. ഓക്കെ, ഇതും തക്കാളിയാണ്. ഇതും തക്കാളി. ഇത് നേന്ത്രവാഴ അല്ലേ. അപ്പോൾ ഇത് മാങ്ങ ഇഞ്ചി. ഇത് സീതാപ്പഴമാണ്. അത് പേരക്ക കേട്ടോ, പേരക്ക. ഇതാണ് നമ്മൾ ചെമ്പകം. നമ്മൾ ഇന്നലെ കുറച്ച് ചെടി നേന്ത്രവാഴ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നേന്ത്രവാഴയല്ല, ഇങ്ങനെ പറഞ്ഞു രാവിലെ എൻ്റെ കൂടെ നേന്ത്രവാഴ. ഇത് നമ്മളെ ഞാലിപ്പൂവൻ ഞാലിപ്പൂവൻ. ഇതാണ് നമ്മളെ ചോപ്പ് ചെക്കിപ്പൂ പിടിക്കുന്നത്. കപ്പക്കായി. അപ്പൊ ഇത് ബാലേട്ടൻ കഷ്ടപ്പെട്ട് നട്ട കപ്പക്കായി ആണ്. അപ്പോൾ ഇതിൽ കുറേ ഇങ്ങനെ കൊലക്കൊരിയായി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്തിരേറ്റി ആക്കിയതാണ്. നമ്മൾ ചാക്കിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ കൊണ്ടാക്കിയതാണ്. ഇതിൽ കട്ടമണ്ണ് നിറച്ചിട്ട് നല്ലോണം ടൈറ്റിൽ കെട്ടി വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡ്സിൽ കുത്തി കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് ഹാങ്ങിങ് ചെടിയാണ്. ഇങ്ങനെ പടർന്ന് വരും നമ്മൾ നട്ടാൽ. നമ്മൾ നട്ട ചട്ടി ഒന്ന് മൂടിയിട്ട് വരും. ഓക്കെ, ഇത് കറ്റാർവാഴ. നെക്സ്റ്റ് വൺ കറ്റാർവാഴ. പിന്നെ കളർഫുൾ ചെടി രണ്ടെണ്ണം അങ്ങനെ. പിന്നെ ഇതാണ് നമ്മളെ കറ്റാർവാഴ. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മണി പ്ലാന്റ് നമ്മളെ പാത്രത്തിൽ നട്ടു വെച്ചിട്ട്. ഇതും ഇന്ദിരേട്ടീൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയില്ല ഇത് പേര് ഇതെന്നാന്ന് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് എഴുതണം. ഇതാ ഇതിൻ്റെ തൊലി, പൂവിൻ്റെ തൊലിയൊക്കെ നമുക്ക് അറിയില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം എല്ലാവരും. അപ്പോൾ നമുക്കൊരു പോത്തുണ്ട്. നമ്മൾ പോത്തിന് കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ പോത്ത് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ആ സൈഡിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാന്താരി മുളകാണ് കേട്ടോ. പേടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. എന്തെന്ന് കരിയാമ്പില. അപ്പോൾ നമ്മളെ അതുപോലെ തന്നെ ബാലേട്ടൻ നട്ട കരിയാമ്പില കുറച്ച് വളർന്ന് കേട്ടോ. അപ്പോൾ ഇന്ദിരിറ്റിയും നല്ലോണം കഷ്ടപ്പെട്ട് ചെടിക്കൊക്കെ വെള്ളമെല്ലാം ഒഴിക്കാറുണ്ട്. രണ്ടാളും നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്ക് വേണ്ടിയും വെരി താങ്ക്സ്.